ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീരാ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ പോകുന്നത് ഊട്ടിയിലെ ടോയ് ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1908 ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ഈ ടോയ് ട്രെയിൻ നിർമ്മിച്ചത്. ഇന്ന് നമ്മൾ അത് കാണാനാണ് പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉദഗമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് 1 അവർ കൂണൂരിലോട്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഊട്ടിയിൽ വരുന്നവരാരും ഈ യാത്ര മിസ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയ്ക്ക് മനോഹരമാണ് ഈ യാത്ര. ഞങ്ങൾ 5 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഊട്ടിയിൽ എപ്പോഴും തിരക്കാണ്. ഇപ്പോൾ വെക്കേഷൻ സീസണും കൂടിയാണ്. അതുകൊണ്ട് ടിക്കറ്റ് കിട്ടുന്നത് ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഓൺലൈനിൽ എടുത്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ഇനി ഊട്ടിയിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യമേ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരികയായിരിക്കും ബെറ്റർ. നമ്മൾ ഉദയമംഗലത്ത് നിന്ന് കൂണൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 1 അവറാണ് ഈ യാത്ര. പ്രകൃതി ഭംഗി നല്ലോണം ആസ്വദിച്ച് നമുക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയും. നമ്മളിപ്പോൾ പാസ് ചെയ്ത് വന്നതുപോലത്തെ 16 ടണലുകളും 108 കർവുകളും 250 പാലങ്ങളും ഉണ്ട് ഈ റൂട്ടിൽ. ട്രെയിനിലിരുന്നു കൊണ്ട് മല കയറുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ. അത് അനുഭവിച്ചാൽ തന്നെ നമുക്കതിൻ്റെ ആ ഒരു ഫീൽ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. നമുക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നമ്മൾ ഈ ട്രെയിൻ കയറിയില്ലെങ്കിൽ നമുക്ക് വല്ലാതെ മിസ് ചെയ്യേണ്ടി വന്നേനെ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പുകൾ കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അത്ര മനോഹരമാണ്. നമ്മൾ ഈ റൂട്ടിൽ ഇതുപോലെ ഒരുപാട് ലാൻഡ്സ്കേപ്പുകൾ കാണുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഓരോന്നോരോന്ന് കാണുമ്പോഴും അതിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. അത്ര മനോഹരമാണ് ഈ ലാൻഡ്സ്കേപ്പുകൾ.
അങ്ങനെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങിയ യാത്ര ഇതാ കൂണൂർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ്. ഇവിടെ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് റീൽസൊക്കെ എടുക്കണമെന്ന് കരുതിയിരുന്നു. അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിൽ നിന്നും റീൽ എടുക്കാൻ വിചാരിച്ചു. പക്ഷേ പോലീസ് കണ്ടു വിസിലടിച്ച്. നമുക്ക് അതിനൊന്നും പറ്റിയില്ല. പെട്ടെന്ന് നമുക്ക് കയറേണ്ടി വന്നു. എന്നാലും പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തു. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം നമ്മളിനി കോയമ്പത്തൂർ ഇഷ കാണാൻ പോവുകയാണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.